നമസ്കാരം. ഞാൻ കഴിഞ്ഞ മെസ്സേജിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആത്മാവ്, മനസ്സ് അല്ലെങ്കിൽ ബോധമനസ്സ്, ഉപബോധ മനസ്സ്, ഇതിനെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ പണ്ട് മുതലേ പലവരും ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പറയുന്നതും ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി പോകുമ്പോൾ കാര്യമായിട്ട് അങ്ങോട്ട് ആഴത്തിലങ്ങോട്ട് പിടികിട്ടുന്നില്ല. പലർക്കും അങ്ങനെയാണ്, എനിക്കും അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ വളരെ സിമ്പിളായിട്ട് എന്നോട് ഇടപെടുന്ന ദൈവത്തോട് ഇതിനെക്കുറിച്ചൊക്കെ ധ്യാനിച്ച് ചോദിക്കുമ്പോൾ എന്റെ ഉള്ളിലൂടെ എനിക്ക് പറഞ്ഞു തന്ന സിമ്പിൾ വിശദീകരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കേട്ട് മനസ്സിലാക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു അടിസ്ഥാന കാര്യങ്ങൾ പിടികിട്ടിയാൽ പിന്നെ അവരുടെ മതഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പല കാര്യങ്ങളും മനസ്സിലാവും. കാരണം എന്നെ ഈ 2-3 ദിവസം കൊണ്ട് പലരും വിളിച്ച് പറയുന്നത്, അവർ എന്റെ മെസ്സേജുകളെ കേട്ടപ്പോൾ ഒരുപാട് സംശയങ്ങൾ ക്ലിയറായി. ആ സാധനങ്ങൾ അല്ലെ ആ സംശയങ്ങളെല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പിന്നെ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒന്നും കൂടെ വായിച്ചു നോക്കുമ്പോൾ മതഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീതയാണെങ്കിലും ഖുറാനാണെങ്കിലും ബൈബിളാണെങ്കിലും ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ അന്ന് മനസ്സിലാകാത്ത ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ശരിക്കും അതിന്റെ അകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ വായിച്ചു നോക്കുമ്പോൾ നല്ല മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്റെ ഈ മെസ്സേജുകൾ കേൾക്കുന്നവർ, നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ, ക്രിസ്ത്യാനിയെങ്കിൽ, നിങ്ങളുടെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, അതിൽ പ്രധാനമായിട്ട് ക്രിസ്ത്യാനിയാണെങ്കിൽ ബൈബിൾ, മുസ്ലിംസിലാണെങ്കിൽ ഖുറാൻ, ഹദീസുകൾ അല്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നൊക്കെ ഞാൻ പിന്നീടുള്ള മെസ്സേജുകളെല്ലാം വിശദീകരിച്ച് പറഞ്ഞുതരാം. ഹിന്ദുക്കളാണെങ്കിൽ ഭഗവത്ഗീത. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ മെസ്സേജിൽ തുടർച്ചയായിട്ട് ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ആത്മാവിനെ കുറിച്ചും നമ്മുടെ ബോധമനസ്സിനെ കുറിച്ചും. ഇതിൽ ഒരു പ്രധാന സംശയം വന്നത്, നമ്മുടെ ഈ ഭയം അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ അതിയായ ആഗ്രഹം പല കാര്യത്തിലോട്ടും, ഇങ്ങനെയൊക്കെ ഉള്ള വികാരങ്ങൾ ശരിക്കും ആത്മാവിൽ നിന്നാണോ അതോ ഭൗതിക മനസ്സിന്റേതാണോ? ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ആത്മാവിനും നമ്മുടെ ഭൗതിക മനസ്സിനും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും ഉണ്ടാകും. പക്ഷെ ഇതെങ്ങനെ തിരിച്ചറിയാം? അതായത് ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ട്, ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് അത് നമ്മൾ വിചാരിക്കും പോലെ നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അത് കിട്ടിയില്ലെങ്കിൽ, ചില കാര്യങ്ങൾ ആഗ്രഹിച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വിഷമം കൂടുതലും ഭൗതിക മനസ്സിന്റേതാണ്. എന്നാൽ ആത്മാവിന് അതിന്റെ അകത്തൊരു വിഷമം ഫീൽ ചെയ്യും. ആത്മാവിന് അതിന്റെ അകത്തൊരു വിഷമം വരും. പക്ഷെ ഭൗതികമായിട്ടാണ് കൂടുതൽ വിഷമം വരുന്നെങ്കിലും ആത്മാവിന് അതിന്റെ അകത്തുള്ള വിഷമം എന്താണെന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ പേടി, ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ, ഇതെല്ലാം എങ്ങനെയാണ് ആത്മാവും മനസ്സും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നത്? ഇതും പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു പരീക്ഷ, ജസ്റ്റ് ഒരു പരീക്ഷ, അത് ഭൗതികമാണല്ലോ. ഇവിടെ പറയുന്ന SSLC പരീക്ഷയോ അല്ലെങ്കിൽ ഡിഗ്രി പരീക്ഷയോ അല്ലെങ്കിൽ ഒരു തൊഴിലിന്റെ പരീക്ഷ. ഈ തൊഴിൽ എന്ന് പറയുമ്പോൾ ഈ തൊഴിലെല്ലാം ഭൗതികമാണ്. നമ്മൾ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിന് അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് ഈ കാലഘട്ടത്ത് വരുമാനം ആവശ്യമുണ്ട്. നമുക്ക് സ്വന്തമായൊരു വീട്, നമുക്ക് ആരെയും കുറ്റം പറയാതെ അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെയും നമുക്ക് സ്വന്തമായിട്ട് നമ്മളെന്ന് പറയുന്ന ഒരു വീട്, ഈ കാലഘട്ടത്ത് യാത്ര ചെയ്യാൻ നമുക്ക് ആവശ്യത്തിനൊരു വാഹനം വേണം. ഇതെല്ലാം നമ്മൾ ആവശ്യങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ആഗ്രഹങ്ങളല്ല, ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളാണ്. മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് മാന്യമായ വേഷം, അവരെ മറ്റുള്ളവരെ പോലെ ഡീസന്റ് ആയിട്ട് ഉള്ള വിദ്യാഭ്യാസം, ഇതെല്ലാം ആവശ്യങ്ങളാണ്. ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്ത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോകും. അല്ലെങ്കിൽ ഈ കാലഘട്ടത്ത് നമുക്ക് ഈ സാഹചര്യത്തിലൂടെ ജീവിക്കാൻ പറ്റാതായി പോകും. അപ്പൊ ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ നമുക്ക് വേണം. അപ്പൊ അതിനൊക്കെ വരുമാനം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു തൊഴിൽ, വരുമാനത്തിന് വേണ്ടി ഒരു തൊഴിൽ കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ ഒരു തൊഴിൽ കണ്ടെത്തണം. അതിനുവേണ്ടി ഒരു തൊഴിൽ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മാവ് വിഷമിക്കും. ഭൗതികമായിട്ടുള്ള വിഷമം നമുക്കുണ്ട്, ഓക്കെ. പക്ഷെ അവിടെ ഒരു പരാജയം സംഭവിക്കുകയും, അതായത് ഇത്രയും ആവശ്യങ്ങൾ നമുക്ക് ഭൂമിയിലുണ്ട്, ഈ ആവശ്യങ്ങൾ നമുക്ക് കിട്ടിയേ പറ്റൂ. ഇത് അതിയായ ആഗ്രഹങ്ങളോ അതൊന്നുമല്ല, ആവശ്യങ്ങളാണ്. ഈ കാലഘട്ടത്ത് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഈ ആവശ്യം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ ആത്മാവ് അവിടെ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഈ ആത്മാവിന് എന്തെങ്കിലും കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ
ഭൗതിക മനസ്സായ ഈ വ്യക്തിയുടെ അത്യാവശ്യമായിട്ടുള്ള ഈ ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട പറയുന്നത് ഈ ആഹാരം, പിന്നെ മക്കളെ കുടുംബം കൊണ്ടുവന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം കൊളാബറേഷനായി കിടക്കുന്ന കാലത്തോളം ഈ ഭൗതിക മനസ്സ് എപ്പോഴും ഇതിൽ വിഷമിച്ചുകൊണ്ടേയിരിക്കും. കാര്യം മക്കളെ കാര്യം നടക്കുന്നില്ല, സ്വന്തമായിട്ടൊരു വീട് ശരിയാകുന്നില്ല, വാടക വീട്ടിൽ മാറി മാറി ഇരിക്കുന്നു, വീടൊന്നും തൃപ്തിയാകുന്നില്ല, യാത്ര ചെയ്യാൻ ശരിക്കുള്ള വാഹനം കിട്ടുന്നില്ല. കാരണം എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുമ്പോൾ ബസ്സിൽ കാത്തു നിന്നും നടന്നും, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഭൗതിക മനസ്സ് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു വിഷമം വരും. ആ വിഷമം വരുന്ന ഈ ഭൗതികത്തിലുള്ള ആ നിരാശയിൽ ഇനി മുന്നോട്ട് പോകുന്ന കാലത്തോളം ആത്മാവിന് ഒരു കാര്യങ്ങളും ഭൂമിയിൽ ചെയ്യാൻ കഴിയില്ല. ആത്മാവ് ചെയ്യേണ്ട പല കാര്യങ്ങളും ആത്മാവിന് കാണും. അത് ആത്മാവ് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളും കാണും. അപ്പം ഇവിടെ പക്ഷേ ആത്മാവിന് ഈ വിഷമത്തിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഭൗതികമായിട്ടുള്ള ഈ വ്യക്തി തോറ്റ് കിടക്കുന്നത് കാരണം ഇത് ആത്മാവിന്റെയും പരാജയമാണ്. നമ്മൾ ഈ ആത്മാവ് ഭൗതിക മനസ്സ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുന്നത് രണ്ടും മിക്സായി കിടക്കുന്ന ഒരു സാധനം. പാലും വെള്ളവും കൂടെ മിക്സായി കഴിഞ്ഞിട്ട് അതിന്റെ അകത്തുനിന്ന് വെള്ളം ഏത് പാലേതെന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതേപോലെ ഈ ഒരു മിക്സായിട്ട് കിടക്കുന്ന സാധനമാണ് നമ്മുടെ ഭൗതിക മനസ്സും ഉപബോധ മനസ്സും. അപ്പം ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഈ പാലും വെള്ളവും പ്രോസസ് ചെയ്ത് നമുക്ക് നീരാവിയാക്കി അതിനെ വേണമെങ്കിൽ തിരിച്ച് വെള്ളമാക്കി മാറ്റി നമുക്ക് രണ്ടാക്കിയെടുക്കാം. അതേപോലെ ഒരു ആത്മീയനായ ഒരു വ്യക്തി, ദൈവമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഒരു വ്യക്തി അത്രയും വളർന്നു വരുമ്പോൾ ആ വ്യക്തികൾക്ക് അല്പമായി ഈ രണ്ട് മനസ്സിനെ വേർതിരിച്ച് മനസ്സിലായി തുടങ്ങും. അത് തന്നെ മനസ്സിലായി വരുന്നൊരു അനുഭവമാണ്. ഇപ്പം പുറമേ ഉള്ള വിഷമം, അകമേയുള്ള ആത്മാവിന്റെ വിഷമം, ഇത് കുറച്ച് ആത്മവളർച്ച വരുന്ന ഒരു വ്യക്തിക്ക് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ ഒരു നിസ്സാര ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലവേദന, നമ്മൾ മൊത്തത്തിൽ പറയും ഭയങ്കര തലവേദന. പക്ഷെ ഈ തലവേദന തന്നെ അനേകം തലവേദനയുണ്ട്. തലയുടെ ബാക്കിൽ ഉള്ള വേദനയുണ്ട്, ഈ ഉക്കി പിടിക്കുന്ന പോലത്തെ വേദനയുണ്ട്, ഉളഞ്ഞുളഞ്ഞ് പിടിക്കുമ്പോഴത്തെ വേദനയുണ്ട്, വലത് ഭാഗത്തുള്ള വേദനയുണ്ട്, നെറ്റിയുടെ ഭാഗത്തുള്ള വേദനയുണ്ട്, മൊത്തം ഇങ്ങനെ ആരോ അമുക്കി പിടിക്കുന്ന പോലത്തെ വേദനയുണ്ട്, മൊത്തം ഒരു തല പെരുത്ത വേദനയുണ്ട്. ഇങ്ങനെ പല ടൈപ്പ് വേദനയുണ്ട്. ഈ ഓരോ ടൈപ്പ് വേദനയ്ക്കും ഓരോരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കണ്ടെത്തിയാൽ ആ വേദന നമുക്ക് മാറ്റാൻ പറ്റും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഞാൻ പറയാം. അപ്പൊ ഇതേപോലെ വിഷമങ്ങളും പല രീതിയുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമം എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. തലവേദന, ഭയങ്കര തലവേദന എന്ന് മാത്രം നമ്മൾ പറഞ്ഞു കളയുന്നത് പോലെ അതിന്റെ അകത്തുള്ള ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ ഈ വ്യത്യാസങ്ങൾ ഒരു പരുവത്തിൽ ആയി വരുന്ന ഒരു വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ പറ്റും. ഇന്നലത്തെ തലവേദന അല്ല ഇന്നത്തെ തലവേദന. കഴിഞ്ഞ ആഴ്ച ഒരു തലവേദന ഉണ്ടായിരുന്നു, പക്ഷെ ആ വേദനയെ അല്ല ഇന്ന് എനിക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന തലവേദന. ഇത് കുറച്ച് ഒന്ന് ഗ്രഹിച്ച് എടുക്കുന്ന വ്യക്തികൾക്ക് ഇത് പിടികിട്ടും. ഇതുപോലെ തന്നെ നമ്മുടെ ബോധമനസ്സിന്റെ വിഷമവും അല്ലെങ്കിൽ ടെൻഷനും ആത്മാവിന്റെ വിഷമവും ടെൻഷനും കുറച്ച് ആത്മീയത്തിൽ നമ്മൾ കയറി വരുന്നൊരു വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അതിന്റെ കുറച്ച് വിശദീകരണങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും ഭൗതിക മേഖലയിൽ അത് നേടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളവിടെ പരാജയപ്പെട്ടാൽ അത് നമ്മുടെ തോൽവിയാണ്, അത് ആത്മാവിന്റെ തോൽവിയാണ്. കാരണം പല നെഗറ്റീവായി നിൽക്കുന്ന ആൾക്കാർക്കും ഈ ഭൂമിയിൽ അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നു. പക്ഷെ ദൈവിക റൂട്ടിൽ നിൽക്കുന്ന ഈ ആത്മാവിന് ഇതൊരു പരാജയമായി. അത് ചുരുക്കം പറഞ്ഞാൽ പിശാചിന്റെ ആൾക്കാർക്ക് എല്ലാം ഉണ്ട്, ദൈവത്തിന്റെ ആൾക്കാർക്ക് എന്നും പരാജയം. ഇത് ആത്മാവിന്റെ വിഷമമാണ്. അപ്പൊ ഇവിടെ ആത്മാവ് വേണ്ടതെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും നെഗറ്റീവിന്റെ ആൾക്കാരുടെ കാട്ടിലും മുകളിലേക്ക് ഇവനെ ജയിപ്പിച്ചു കൊണ്ടുവരണം. അപ്പൊ ഇവിടെ തോൽവി ജയം എന്ന രീതിയിലാണ് ഈ വിഷമം വരുന്നത്. അല്ലാതെ ഇന്നത് കിട്ടിയില്ല എന്നല്ല. പക്ഷേ ആത്മാവിന് അത്രേ വിഷമമുള്ളൂ. വാഹനം കിട്ടിയില്ല, ഇവൻ എന്നും കിടന്ന് അലയുന്നു, തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നു, ഒരു തൊഴിൽ കിട്ടുന്നില്ല. ഇത്രയേ ഉള്ളൂ ആത്മാവിന്റെ വിഷമം. ഇത് കാരണം ആത്മാവ് വിഷമിക്കും. ഇനി ഭൗതിക വിഷമം എന്താണെന്ന് പറഞ്ഞുതരാം. ഭൗതികമായിട്ട് അറ്റാച്ച്ഡായി നിൽക്കുന്നവന് ഇന്ന വാഹനം വേണം, അല്ലെങ്കിൽ ഇന്ന ഈ 1.5 ലക്ഷം രൂപയുടെ ഈ ബൈക്ക്, അത് കറുത്ത കളർ അല്ലെങ്കിൽ ചുമപ്പ് കളർ, ഇത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആ മനസ്സ് ഭൗതിക മനസ്സാണ്. വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളാം. ആത്മാവിന് സഞ്ചരിക്കാൻ ഒരു വാഹനം കിട്ടിയാൽ മതി, അത് കിട്ടുന്നില്ലേ ആത്മാവ് വിഷമിക്കും. പക്ഷെ ഭൗതിക മനസ്സ് അങ്ങനെയല്ല. ഭൗതിക മനസ്സിന് വാഹനം കിട്ടണം എന്ന് മാത്രമല്ല, അകത്തുനിന്ന് വാഹനം കിട്ടണമെന്നുള്ള ആത്മാവിന്റെ ആഗ്രഹത്തെ മറികടന്നുകൊണ്ട് ഭൗതികത്തിൽ അറ്റാച്ചായി നിൽക്കുന്നവന് ഇന്ന വാഹനം വേണം. അപ്പൊ അത് കിട്ടാത്തതുകൊണ്ടാണ് അവന് വിഷമം. അവന് വേറൊരു വാഹനം വെച്ച് നീട്ടിയാൽ തന്നെ അയ്യോ എനിക്ക് അത് ഇഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ ആഗ്രഹിച്ചത് ആ വണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഹോണ്ടയുടെ ആ വണ്ടിയാണ്, അല്ലെങ്കിൽ ബജാജിന്റെ ആ വണ്ടിയാണ്. ഈ
അതിൽ തന്നെ പിടിക്കും. ഭൗതികത്തിലുള്ള ഏതെങ്കിലും ഒരു സാധനത്തിൽ അത് തന്നെ വേണം എന്ന് പറയുമ്പോഴാണ് അവിടെ ഭൗതിക മനസ്സിന്റെ അറ്റാച്ച്മെന്റ് അല്ലെ ആഗ്രഹം. അപ്പൊ അത് കിട്ടാതെ വരുമ്പോഴാണ് ഭൗതിക മനസ്സിന് വിഷമം വരുന്നത്. പക്ഷെ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിന് വിഷമം വരില്ല. ആത്മാവിന് വിഷമം വരുന്നത് എന്താണ്? യവൻ അല്ലെങ്കിൽ ഈ ശരീരത്തിന് സഞ്ചരിക്കാൻ ഒരു വാഹനം കിട്ടുന്നില്ല, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ആത്മാവാത്തിരുന്നും കൊണ്ട് യവന്റെ അടുത്ത് പറയും, എടാ, അല്ലെങ്കിൽ ചിന്തകൾ തോന്നൽ പോലെ വന്നുകൊണ്ടിരിക്കും, ഏതെങ്കിലും വണ്ടി വാങ്ങിച്ചാൽ പോരെ, അത്യാവശ്യം യാത്ര ചെയ്താൽ പോരെ, നീ ആ വണ്ടി തന്നെ വേണോ? അല്ല, അതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഇവ എന്ത് ചെയ്യും? ബുക്ക് ചെയ്തിടും. ചിലപ്പോൾ 6 മാസം താമസിച്ചേ വണ്ടി കിട്ടുള്ളൂ. 6 മാസം ഇവ ആഗ്രഹിച്ച അതേ കളർ വണ്ടിക്ക് വേണ്ടി ഇവ കാത്തിരിക്കുന്നു എങ്കിൽ അവൻ തനി ഭൗതികനാണ്. ഇത് കാരണം ആത്മാവ് അടുത്ത വിഷമിക്കും. കാരണം ഒരു വണ്ടി കിട്ടി, ഓക്കെ, ഏതെങ്കിലും വാഹനം കിട്ടി, ഇവ അതിൽ കൂടെ പെട്ടെന്ന് യാത്ര ചെയ്ത് അവന്റെ കാര്യങ്ങൾ ഓക്കെ ആകുമല്ലോ എന്ന് വിചാരിച്ച് ആത്മാവ് സന്തോഷിക്കാൻ തുടങ്ങുമ്പോഴാണ് മറ്റേ മനസ്സുകൊണ്ട് യവൻ ഉടനെ ആഗ്രഹിക്കുന്നു, 6 മാസം വെയിറ്റ് ചെയ്താലും എനിക്ക് ആ കറുത്ത കളറിലെ ആ വണ്ടി അത് തന്നെ മതി എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത്. അപ്പൊ അത് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അത് 6 മാസം എന്നുള്ളത് ഇനി താമസിക്കും, ഒരു 8 മാസം കൊടുക്കും എന്നൊക്കെ പറയുമ്പം വരുന്നൊരു വിഷമമുണ്ട്. അതല്ല ഭൗതിക മനസ്സിന്റെ വിഷമമാണ്. അതോടൊപ്പം ആത്മാവിനും ഒരു വിഷമം വരും. കാരണം എന്താണ്? വാഹനമേ കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ഒരു കടയിൽ കയറി, നല്ല വിശപ്പ്. അപ്പൊ നല്ല വിശന്ന് വലഞ്ഞിരിക്കുന്ന ഈ വ്യക്തിക്ക് പെട്ടെന്നൊരു ആഹാരം കിട്ടണം. ഇത് സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിന് വിഷമം വരും. കാരണം നമ്മുടെ ഉപബോധ മനസ്സിന് വിഷമം വരും. ഒരു പെട്ടെന്ന് ആഹാരം കിട്ടണമല്ലോ, എങ്ങനെയും ഇവന്റെ ആഹാരം വേണം. കാര്യം നമ്മുടെ ശരീരം വീക്കാവുകയോ അല്ലെങ്കിൽ ശരീരത്തിന് ക്ഷീണമോ ഇതൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മൾ ആത്മാവ് അതനുസരിച്ച് വീക്കാവും. ആത്മാവിന് പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ നേടണമെങ്കിൽ ഈ ശരീരത്തിനും ഈ ശരീരമുള്ള യവൻ ആക്റ്റീവായാലേ ആത്മാവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ യവൻ എപ്പോഴും ആക്റ്റീവായിരിക്കണം. ഇവന് വേണ്ടതെല്ലാം കറക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കണം. അത്രേ ആത്മാവിന് ആഗ്രഹമുള്ളൂ. ഇവന് വേണ്ടതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ യവന്, കാരണം അത് ആത്മാവിനല്ല ഈ ആഹാരം വേണ്ടത്. ആത്മാവിന് ആഗ്രഹം അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ആത്മാവിൽ ഉള്ള ഈ വ്യക്തിക്ക് നിരാശ വരരുത്, വിഷമം വരരുത്. അത് ആത്മാവിന് വിഷമം വരുമല്ലോ. അപ്പൊ അത് ഇവന് എത്രയും പെട്ടെന്ന് കിട്ടണം. അപ്പോഴാണ് ഈ വ്യക്തി ഉടനെ എനിക്ക് ഉച്ചയ്ക്ക് എനിക്ക് സദ്യ കഴിക്കണം, എന്തായാലും വിശക്കുന്നു, എന്തെങ്കിലും കഴിച്ചാൽ പോലെ സദ്യ കഴിക്കണം, അതാണ് എന്റെ ഇന്ന് ഉച്ചയ്ക്ക്, അതുമാണ് വേണം. അപ്പൊ വിശന്നിരിക്കുകയും. അപ്പൊ ഈ ആത്മാവാത്തുന്നത് കൊണ്ട് പറയും, എടാ, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി അടുത്ത കാര്യം ചെയ്യാനുള്ള ചെയ്. അന്ന് അകത്തുനിന്ന് കിട്ടുമ്പോൾ ഇവന്റെ ബോധ മനസ്സ് ഇവന്റെ ഉള്ളിലൂടെ പ്രേരിപ്പിക്കും. സദ്യ ഇന്ന സ്ഥലത്ത് പോയാൽ അവിടെ അത് സദ്യ ഉണ്ട്. ഇവിടെ ഇവൻ എത്ര ദൂരമാണെങ്കിലും ഇവൻ വണ്ടിയെടുത്ത് ആ സ്ഥലത്ത് തന്നെ പോകും. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, അയ്യോ സദ്യ തീർന്നു പോയി കേട്ടോ. അപ്പം അവനൊരു വിഷമം വരും. കാര്യം സദ്യ കിട്ടാത്ത വിഷമമാണ്. അവിടെ ആഹാരം ഒരുപാടുണ്ട്. ചിലപ്പോൾ വേറെ സാധാ ഊണ് കാണും, ചിലപ്പം വേറെ ഇടിയപ്പോ വെറോട്ടയൊക്കെ കാണും. പക്ഷെ ഇവൻ സദ്യ മോഹിച്ച് പോയിട്ട് സദ്യ കിട്ടാതെ വരുമ്പോൾ ഉള്ള വിഷമമാണ് ഭൗതിക മനസ്സിന്റെ വിഷമം. ആത്മീയ മനസ്സിന്റെ വിഷമം എന്ന് വെച്ചാൽ യവൻ ഈ ആഹാരത്തിൽ പിടിച്ചും കൊണ്ട് സദ്യ തന്നെ വേണമല്ലോ എന്ന് പറഞ്ഞും കൊണ്ട് യവൻ എന്തോന്ന് കാണിക്കണം, എന്തെങ്കിലും വാങ്ങിച്ച് തിന്നാ പോരെ, യവനിനി എന്ന് നന്നാകും എന്ന് ആലോചിച്ച് നമ്മുടെ ഉപബോധ മനസ്സും വിഷമിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കുറച്ച് ആത്മീയത്തിലൊന്ന് കയറി വന്നാലേ ഈ 2 വിഷമങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ ഒരു ലെവലിലേക്കൊക്കെ ആരെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗമാണ് ഞാൻ ഈ പറയുന്ന മെസ്സേജ്. അല്ലാത്തവർക്ക് പിടികിട്ടില്ല, പാടാണ്. പക്ഷെ നാളെ സമയത്ത് നിങ്ങൾക്കത് പിടികിട്ടും. പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എനിക്ക് 1-2 പേരെടുത്ത് നിന്ന് വന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞിരുന്നത്. ഇതാണ് ഇവരുടെ തമ്മിലുള്ള വിഷമം. പിന്നെ അതേപോലെ തന്നെ ഈ ധൈര്യമില്ലായ്മ. ഇപ്പൊ എന്റെ അടുത്ത് പലരും വിളിച്ചിട്ട് ചോദിക്കും, അത് നിങ്ങൾ ഈ സാറേ നിങ്ങൾ പിശാചുക്കളെ കണ്ടു എന്ന് പറയുന്നു, അപ്പൊ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഞങ്ങൾ എന്നേ ആഗ്രഹിക്കുന്നു, ഞാൻ എത്രയോ ദിവസങ്ങൾ രാത്രിയൊക്കെ എന്തെങ്കിലും കാണണം, ഏതെങ്കിലും പൈശാചിക ശക്തിയെ കാണണേ എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കിടന്നിട്ടും ഒരു പൈശാചിക ശക്തി ഒന്നും കാണുന്നില്ല, ചില സ്വപ്നങ്ങൾ കാണുന്നുള്ള അല്ലാതെ പിശാചിനെ ഒന്നും കാണുന്നില്ല എന്നും പറഞ്ഞ് പലരും വിഷമം പറയാറുണ്ട്. എവരെ കാണാൻ ഉള്ള ആഗ്രഹവും കാണുന്നില്ല എന്നുള്ള വിഷമവും കാണാനുള്ള ആ ഒരു തീഷ്ണത എല്ലാവരും ഭൗതിക മനസ്സിനാണ്. ശരിക്കും അവർ ആത്മാവ് വീക്കായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തതും ആ മറ്റ് ദൈവം അല്ലെങ്കിൽ പ്രകൃതി ഇങ്ങനെയുള്ള ശക്തികളെ അവരെ കാണിക്കാത്തതും. ഒന്നുകിൽ അവർക്ക് കാണാനുള്ള അത്രയും പവർ ആയിട്ടില്ല, ഇവർ ആ ഒരു ലെവലിലേക്ക് ഇവർ ആത്മാവ് ഉയർന്നു വന്നിട്ടില്ല, അത്രയും വീക്കാണ് ആത്മാവ്. ഈ അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ അവര് ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെയുള്ള അദൃശക്തികളെ കാണുകയോ ഇവരെ വിരട്ടാനോ ഭീഷണിപ്പെടുത്താനോ വരികയോ ചെയ്യുമ്പോൾ ശരിക്കും അപ്പോഴാണ് ഇവരെ ആത്മാവ് കയറി വെപ്രാളം പിടിക്കുകയും വിറയ്ക്കുകയും പേടിക്കുകയും ചെയ്യുന്നത്.
ഇത് ഭൗതിക മനസ്സുള്ള ഇവർക്ക് അറിഞ്ഞൂടാ. കാരണം ഇവരെ വിചാരം എന്ന് പറഞ്ഞാൽ എനിക്ക് കാണണം, ആസ്വദിക്കണം, കാണുമ്പോൾ ഞാൻ ഇറങ്ങി പോടാന്നൊക്കെ പറയും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നതല്ലേ ഭൗതിക മനസ്സാണ്. പക്ഷെ ആത്മാവിനറിയാം ഇത് എനിക്കത് കാണാൻ പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് അത്രയും ബലമില്ല, അവരത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്, അതിന്റെ കുറച്ച് പവർ പോലും എനിക്കില്ല, ഇതില്ലാതെ ഇവരെങ്ങാനും എന്നെ അറ്റാക്ക് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പേടിച്ച് ഈ ആത്മാവിരിക്കുകയും ഈ അറ്റാക്ക് ഇടയ്ക്കിടയ്ക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പക്ഷേ ഭൗതികമായി ഈ ജാട പറഞ്ഞുകൊണ്ടിരുന്ന എവിടെ പിശാചികൾ, എവിടെ എന്നൊക്കെ ദൈവം എവിടെ എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ പലരുടെ ആത്മാവ് ഭയങ്കര വീക്കാണ്. ഇത് എപ്പോ തിരിച്ചറിയുന്നു പറഞ്ഞാൽ നല്ല ഉറക്കത്തില് ഈ ഭൗതിക മനസ്സ് അങ്ങ് ഡൗൺ ആയി പോകും, ഭൗതിക മനസ്സ് ആക്റ്റീവ് അല്ലായിരിക്കും. അപ്പൊ നല്ല ഉറക്കത്തിൽ എപ്പോഴും ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സാണ് ആക്റ്റീവ്. ആ സമയത്ത് ഏതെങ്കിലും നെഗറ്റീവ് ശക്തികൾ യാദൃശികമായി ഈ ആത്മാവിനെ പീഡിപ്പിക്കാനോ ഭയപ്പെടുത്താനോ വരുമ്പോഴാണ് ഈ ആത്മാവ് വിരണ്ട് അനങ്ങാൻ പറ്റാത്ത ലെവലിൽ സ്റ്റക്കായി പോകുമ്പോഴാണ് ഈ ജാടയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി തിരിച്ചറിയണത്. അപ്പോഴത്തേക്ക് കണ്ണുറക്കുമ്പോഴത്തേക്ക് ഭൗതിക മനസ്സും ആക്റ്റീവായിട്ടില്ല, ആത്മാവും ആത്മീയ മനസ്സും ഉപബോധ മനസ്സും പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ടില്ല. ഈ രണ്ടും കെട്ട പരുവത്തിൽ ഈ വ്യക്തി നിൽക്കുമ്പോഴാണ് വ്യക്തി തിരിച്ചറിയണത് എന്റെ കൈയും കാലും ചലിക്കുന്നില്ല, വാ തുറക്കാൻ ഒന്ന് വിളിക്കാൻ പറ്റുന്നില്ല, നിലവിളിക്കാൻ പറ്റുന്നില്ല, ആകെ പേടിച്ച് വെപ്രാളപ്പിടിച്ച് ഇതിനെ ഇത് സ്ലീപ്പ് പരാലിസിസ് എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട്. ഈ അവസ്ഥയാണത്. ശരിക്കും നമ്മുടെ ആത്മാവിനെ ചില നെഗറ്റീവ് ശക്തികൾ വരികയോ അല്ലെങ്കിൽ ആ അത്രയും നെഗറ്റീവായുള്ള ചില ശക്തികൾ നമ്മുടെ സാമീപ്യത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ ആത്മാവിന് അനങ്ങാൻ വയ്യാത്ത ലെവലിൽ അറസ്റ്റായി പോകുന്ന അവസ്ഥ ആണ് ഈ അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥ ഉള്ള ആ അനുഭവമ്പോഴാണ് ശരിക്കും ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നത് എനിക്ക് ഒട്ടും ബലമില്ലെന്ന്. പക്ഷെ അപ്പോഴും വ്യക്തി തിരിച്ചറിയില്ല. പിന്നെ ഈ വ്യക്തി കണ്ണൊക്കെ തുറന്ന് ഉണർന്ന് നല്ല ബോധ മനസ്സ് പിന്നെ ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ ഈ ബ്ലിങ്ക് ആയിട്ടിരിക്കും. ശരിക്കും ഈ അവസ്ഥയാണ് നമ്മുടെ ഇപ്പൊ ഇവിടെ ഭയപ്പെട്ടതും വിറച്ചതും പേടിച്ചതൊക്കെ ആര്? ബോധമനസ്സല്ല. ബോധമനസ്സ് ഉറക്കത്തിൽ ഇല്ല, ആക്റ്റീവ് അല്ല. അപ്പൊ ഭൗതിക മനസ്സ് മാത്രമേ ആ സമയത്ത് ആക്റ്റീവായിട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ ഉറക്കത്തിലോ അനുഭവപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ ആത്മാവ് അനുഭവപ്പെടുന്നതാണ്. അതും നമുക്ക് തന്നെ അനുഭവപ്പെടും. ഭൗതിക മനസ്സിൽ എന്തെങ്കിലും അനുഭവപ്പെട്ടാലും നമുക്ക് തന്നെ അനുഭവപ്പെടും. പക്ഷെ ഭൗതിക മനസ്സ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്നതെല്ലാം ആത്മീയ മനസ്സിനാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാവും ഇത് ശരിക്കും നമ്മൾ ആത്മാവിന് എത്രത്തോളം വളർച്ചയുണ്ട്, എന്തുമാത്രം ആത്മാവ് കിടന്ന് പേടിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ലോ, പേടിക്കുന്നത് ആത്മാവാണ്. ഇനി ചിലര് പറയും ഭയങ്കര തന്റെ ഇടവും നല്ല ഗുണ്ടായുസവും ഭയങ്കര ഇതൊക്കെ കാണിച്ചു കിടക്കുന്ന ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആക്സിഡന്റ് ഒക്കെ പറ്റുന്ന സമയത്ത് ഇവർ ആ ഏരിയയിലോട്ട് പോകില്ല. ഞാനൊക്കെ പോയി ആക്സിഡന്റ് ഒക്കെ പറ്റിയ സ്ഥലത്ത് പോയി നോക്കി പിടിച്ച് അവരെയൊക്കെ ആംബുലൻസിനെ ഞാൻ വലിച്ച് കയറ്റിയിട്ടുണ്ട്. കൈയൊക്കെ ഒടിഞ്ഞ് രക്തമൊക്കെ പൊടി എല്ലാം ഒളിയിക്കുന്ന സാധനം അവരവരെ ഞാൻ പിടിച്ച് വണ്ടി കയറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ ഈ നല്ല ജിമ്മിലൊക്കെ പോയി നല്ല ബോഡിയൊക്കെ പെരുകി നിൽക്കുന്ന ചിലര് ഈ രക്തം കാണുമ്പം തറയിറങ്ങി തറയ്ക്ക് വീഴും. അവരുടെ ഈ ഭൗതികമായിട്ട് ഭയങ്കര ജാടയൊക്കെ പറയുന്നതായിരിക്കും. പക്ഷെ രക്തം കാണുകയോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കാണുകയോ ചെയ്യുമ്പോൾ അവരുടെ ബോധം പോയി താഴെ പോകും. ഇങ്ങനെയൊക്കെ ചില ആൾക്കാരുണ്ട്. ഇതൊക്കെ ആത്മാവിന് ബലമില്ലാത്തത് കൊണ്ടും ആത്മാവ് കുഴഞ്ഞു പോണതും കൊണ്ടാണ്. ഭൗതിക മനസ്സിന് ബലമുണ്ട്, അതുകൊണ്ട് ഭയങ്കരമായ ജാടയും കാര്യങ്ങളൊക്കെ പറയും, ഭയങ്കര വീരവാദമൊക്കെ അടിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻ വരുമ്പോൾ യവൻ പോലും അറിയാതെ യവൻ വീണു പോവും. ഇത് ആത്മാവ് വീണു പോണതാണ്. പിന്നെ ഈ ചിലരൊക്കെ ഈ ഏണിയിലൊക്കെ കയറാനോ ഈ മരത്തിലൊക്കെ കയറാനോ ഒക്കെ ഭയങ്കര ഉന്മേഷവും ഭയങ്കര തന്റെയും ഒക്കെ ആയിരിക്കും. എന്നാൽ ചിലർക്ക് കയറണമെന്ന് ആഗ്രഹം കാണും, കയറും എന്നൊക്കെ വാശി പിടിച്ചൊക്കെ പലരും കയറും. പക്ഷെ 2-3 സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഒരു തളർച്ച, ഒരു പേടി. അത് എന്താണെന്ന് അനുഭവപ്പെട്ടവർക്കറിയാം. അകമേയാണ് ആ ഒരു പേടിയും തളർച്ചയും വരുന്നത്, പുറമേ ആയിരിക്കില്ലേ. അത് അകത്തു നിന്നാണ് ആ ഒരു തളർച്ച ഫീൽ ചെയ്യുന്നത്. താഴോട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് അകമേ ഒരു സാധനം വരും. ഇത് നമ്മൾ ആത്മാവിന്റെ ബലമില്ലായ്മ അല്ല, ആത്മാവിന്റെ പേടിയാണ്. പക്ഷെ പുറമേ ധൈര്യം കാണും, ഇപ്പൊ കയറാം, ഇപ്പൊ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ട് കയറും. പക്ഷെ കയറി 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ കയറി നിൽക്കുകയാണല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ കാലിനെ ഒരു തളർച്ച കയറി ഇനി വരും. ഇതെല്ലാം ആത്മാവിന്റെ ഫീലാണ്. പക്ഷെ നമ്മളെ ചിന്ത മാറ്റിട്ട് വേറെ എന്തെങ്കിലും ആലോചിച്ചും കൊണ്ട് നിന്നാലോ പിന്നീട് ബാക്കി കയറിയാലോ ആ ഫീൽ പെട്ടെന്ന് മാറും, തളർച്ചയില്ല. പക്ഷെ നമ്മൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അയ്യോ ഞാനിതിന്റെ മണ്ടയിലോട്ട് കയറിയാണ്, താഴെ നല്ല താഴ്ച, മറിഞ്ഞ് വല്ലതും വീഴുവോ, കൈ ചിലർക്ക് ഈ ടെറസിന്റെ ഒക്കെ 3 നില 4 നിലയിലൊക്കെ മണ്ടയിൽ പോയി
ആ കൈവരിയിൽ അവിടെയൊക്കെ നിന്നിട്ട് എത്തി നോക്കണ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വളരെ കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ കാലിനെ ഒരു തളർച്ച ഇങ്ങനെ അടിച്ചങ്ങ് കയറി വരും. പിന്നെ ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ സ്റ്റക്കായി പോകും. നമ്മള് നടക്കണം, ഇറങ്ങണം, തിരിയണം എന്ന് പറഞ്ഞാൽ തിരിയാനോ അനങ്ങാനോ പറ്റാത്ത ലെവലിൽ വരെ ചിലപ്പോൾ നമ്മളെ അകത്തുനിന്ന് ആരോ നമ്മളെ പിടിച്ച് തളർത്തി വെച്ചേക്കുന്ന ചില അനുഭവങ്ങൾ വരും. എന്റെ ഈ കാര്യങ്ങൾ കേൾക്കുന്ന പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആത്മാവിന്റെ പേടിയും ടെൻഷനും വെപ്രാളവുമാണ്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അടുത്തിൽ പറയാം.